നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം വാരഫലമാണ്. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ, ദിനങ്ങൾ ഒക്കെ തന്നെ നാം വാരഫലത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ ആഴ്ചത്തെ വാരഫലം 1200 ചിങ്ങമാസം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ദിനങ്ങൾ, അതായത് 2024 സെപ്റ്റംബർ 1 മുതൽ 7-ാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വാരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 2 ദിനങ്ങൾ, ഒന്ന് സെപ്റ്റംബർ 2-ാം തീയതി, അതായത് ചിങ്ങമാസം 17-ാം തീയതി തിങ്കളാഴ്ച അമാവാസിയാകുന്നു, കറുത്ത വാവാകുന്നു. അമാവാസിയിൽ ഏറ്റവും പ്രാധാന്യം പിതൃക്കളുടെ ബലിതർപ്പണങ്ങളാണ്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടത് ഒന്ന് ദക്ഷിണായനം ആരംഭിക്കുന്ന കർക്കിടക മാസത്തിലെ അമാവാസിയാണ്, മറ്റൊന്ന് തുലാമാസത്തിലെ അമാവാസി, പിന്നീട് കുംഭമാസത്തിലെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമാവാസി ദിനവും. പക്ഷേ ഇവിടെ ചിങ്ങമാസത്തിലെ ഈ അമാവാസി സെപ്റ്റംബർ 2-ാം തീയതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, തിങ്കളാഴ്ച. കാരണം അന്ന് അമാവാസി ദിനത്തിൽ മകം നക്ഷത്രമാകുന്നു. മകം പിതൃക്കളുടെ നക്ഷത്രമാകുന്നു. വളരെ റയറായി മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ, കറുത്ത വാവും മകം നക്ഷത്രവും. അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കർക്കിടക വാവിനി അമാവാസിക്ക് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് വളരെ സുഖമായി തിരക്കില്ലാതെ തന്നെ തിരുനെല്ലി ദർശനം നടത്താനും അല്ലെങ്കിൽ വടക്കൻ മലബാറിൽ ഉരുപുണ്യകാവ് പോലുള്ള ക്ഷേത്രങ്ങളിൽ പോകുവാനും ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വരുവാനുള്ളത് സെപ്റ്റംബർ 7-ാം തീയതി, അതായത് ചിങ്ങമാസം 22-ാം തീയതി ശനിയാഴ്ച ചതുർത്ഥിയാകുന്നു. വെളുത്തപക്ഷത്തിലെ ചിങ്ങമാസത്തിലെ ചതുർത്ഥിയാകുന്നു, വിനായക ചതുർത്ഥിയാകുന്നു. അതിനാൽ വിനായക ചതുർത്ഥിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വ്രതാനുഷ്ഠാനങ്ങളോടെ ആ ദിനത്തെ ഏറ്റവും നന്നായി ഗണപതിയുടെ അനുഗ്രഹം നേടാൻ സാധിക്കുന്ന ദിവസമാകുന്നു. ഓം ഗം ഗണപതിയെ നമഃ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ വർഷത്തെ വിനായക ചതുർത്ഥി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നന്നായി ആചരിക്കുക. നാം ഇവിടെ വാരഫലത്തിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരം, കുംഭം, മീനം രാശിക്കാരെ പറ്റിയാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. ഇന്ന് മകരം രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ ശനി, 3-ൽ രാഹു, 5-ാം ഭാവത്തിൽ വ്യാഴം, 6-ൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, ബുധൻ, അഷ്ടമത്തിൽ സൂര്യൻ, 9-ാം ഭാവത്തിൽ ശുക്രൻ, കേതു. ഇവിടെ ഭാവാധിപനായ ഗ്രഹം, രാശ്യധിപൻ്റെ ബലമാണ് നാം ആദ്യം ചിന്തിക്കുക. രാശ്യധിപനായ ശനി ബലവാനായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്. ഇത് രണ്ടും മാരക ഭാവങ്ങളാണ്. ദ്വിതീയം, സപ്തമം, അഷ്ടമം മാരക സ്ഥാനങ്ങളാണ്. 2, 8 പ്രത്യേകിച്ച് അങ്ങേയറ്റ മാരക ഭാവങ്ങളാണ്. അതിനാൽ ശാരീരികമായി നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, വലത്തെ കണ്ണിന് സർജറിയുടെ സമയമാണ്. കണ്ണിൽ വല്ലതും വന്ന് തട്ടുക, മുട്ടുക, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ വല്ല വണ്ടുകളോ പ്രാണികളോ വന്ന് കണ്ണിന് തട്ടുക, ഇതിൻ്റെയൊക്കെ സമയമാകുന്നു. ശാരീരികമായി പൈൽസ് രോഗികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ വാരത്ത് വരാം. ധനാധിപൻ ബലവാനാണ്, അഷ്ടമ സൂര്യനും. പലപ്പോഴും ധന വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കുക. ഒരു പക്ഷേ തൻ്റെ കടം വീട്ടുവാനുള്ള അവസരം ഈ വാരത്ത് വരും. ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായ അനുകൂലമായ അവസ്ഥ വരുമ്പോൾ തനിക്ക് വളരെ കാലമായി ബാധ്യതയുള്ള കാശ് കൊടുത്തു തീർക്കുവാനൊക്കെ അഷ്ടമത്തിലുള്ള സൂര്യൻ സഹായിക്കും. ഋണവിമോചനം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കലഹകൃത്യ നിവൃത്തി മുവേദി, പല കലഹകാര്യങ്ങളൊക്കെ തന്നെ ഒരു പരിഹാരം, മധ്യസ്ഥത വഹിക്കുവാൻ നല്ലതാണ്. കാരണം ഇവിടെ ഭാഗ്യാധിപനായ ബുധൻ 7-ാം ഭാവാധിപനായ ചന്ദ്രനോടുകൂടി രാജയോഗം ചെയ്ത് ലഗ്നത്തിലേക്ക് വീക്ഷിക്കുന്നുണ്ട്. ഇതൊരു കേന്ദ്ര ത്രികോണാധിപന്മാരുടെ രാജയോഗമാകുന്നു. 4, 7, 10 ഭാവങ്ങൾ കേന്ദ്രാധിപത്യമുള്ള ഭാവമാകുന്നു. 5, 9 ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളാകുന്നു. ഇവിടെ 7, 9 ഭാവാധിപന്മാരുടെ
രാജയോഗം വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് യാത്രാ വിഷയത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിവാഹ വിഷയം. മറ്റൊരു വിഷയം വിദേശത്തുള്ള സുഹൃത്ത് വരുന്നു, അയാളെ കൊണ്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും. അതിനാൽ വിവാഹം, യാത്ര, ഇതിനൊക്കെ ഗ്രഹങ്ങൾ വളരെ അനുകൂലമാണ്. 9ാം ഭാവത്തിൽ ശുക്രനുണ്ട്. സാമ്പത്തികമായി പല രീതിയിലും സഹായങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നു ഈ ഒരു ശുക്രൻ്റെ യോഗം. ജോലി മാറാതിരിക്കുന്നതാണ് ഈ വാരത്ത് നല്ലത്. പക്ഷേ ജോലി സംബന്ധിച്ച് നമ്മളെ ബോസ് വിദേശയാത്രകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അനുഗമിക്കുക, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുക എന്നീ ധാരാളം ഗുണങ്ങൾ മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പല കാര്യങ്ങളും ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ 6ലുള്ള ചൊവ്വ സഹായിക്കുന്നു. ഭൂമി ലാഭം അല്ലെങ്കിൽ ഭൂമി ബ്രോക്കേഴ്സ് ഇവർക്കൊക്കെ അനുകൂലമാണ് ഈ ഒരു വാരം. 5ലെ വ്യാഴം നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യും. മനസ്സ് അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് അത് ഗുണകരമായ പദ്ധതിയിലേക്ക് നയിക്കുവാൻ വ്യാഴം വളരെ സമർത്ഥനാണ്. ജൽപക കൽപകോ ലേഖകോവ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സാഹിത്യകാരന്മാർക്ക് അംഗീകാരം കിട്ടുന്ന വാരമാകുന്നു. അതേ രീതിയിൽ പീഡന കേസിൽ പെടാത്തവർക്ക് മറ്റുള്ളവർ മാറി നിൽക്കുമ്പോൾ അവിടെ തൻ്റെ അഗ്രനേതൃത്വത്തിലേക്ക് വരുവാനുള്ള ചവിട്ടുപടിയായി ഈ വാരത്തെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വൃഷഭ, കന്നി, മകരം രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക്, ഉത്രമത്തം, ചിത്ര, കന്നിക്കൂറുകാർക്ക്, അതേ രീതിയിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശിക്കാർക്ക്, അതേ രീതിയിൽ കാർത്തിക, രോഹിണി, മകേര്യം, ഇടവം രാശിക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ ചൊവ്വ അത്രയധികം അവരെ സഹായിക്കുന്നതാണ്. ഇവിടെ ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം വളരെ ഗുണമാണ്. സന്താന ശ്രേയസ്സിനായി വഴിപാടുകൾ ചെയ്യുക. പഞ്ചാമൃതം ധാര സുബ്രഹ്മണ്യന് സമർപ്പിക്കുക. അതേ രീതിയിൽ ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, ശംഖാഭിഷേകം ചെയ്യുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. പ്രത്യേകിച്ച് ഉത്രാടം നക്ഷത്രക്കാർ ഓം നമഃശിവായ എന്ന മന്ത്രവും വളരെയധികം ഗുണകരമാകുന്ന വാരമാകുന്നു ഇത്. അടുത്തതായി കുംഭം രാശി. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം, പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നു കുംഭം രാശി. ഇന്ന് കുംഭം രാശിക്കാർക്ക് ലഗ്നത്തിൽ ശനിയാണ്, 2ൽ രാഹു, 4ൽ വ്യാഴം, 5ൽ ചൊവ്വ, 6ാം ഭാവത്തിൽ ചന്ദ്രനും ബുധനും, 7ാം ഭാവത്തിൽ ആദിത്യൻ, അഷ്ടമത്തിൽ ശുക്രൻ, കേതു. ഞാൻ വളരെയധികം സൂചിപ്പിച്ചു കഴിഞ്ഞു. കുംഭൻ രാശിക്കാർ വളരെയധികം സ്ത്രീ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീജന്യമായ രോഗങ്ങളുടെ സമയമാണ്. ശാരീരികമായി ശരീരത്തിനെ തളർത്തുന്ന ഗുഹ്യ ലൈംഗിക രോഗങ്ങൾ കുംഭൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാരമാണ്. സ്ത്രീ കാരണം അപകടമാണ്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വസ്ത്രത്തിൽ തീപിടിക്കുക, വസ്ത്രം കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരുക. വസ്ത്രം അധികാരത്തെ സൂചിപ്പിക്കുന്നു. സമൂഹത്തിലെ മാന്യരായ ജനങ്ങൾക്ക് വസ്ത്രം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ പദവി നഷ്ടപ്പെടുക. പദവി നഷ്ടപ്പെട്ടാൽ പിന്നെ ആരും ശോഭിക്കില്ല. സ്ഥാനഭ്രഷ്ടാന്ന ശോഭന്തേ ദന്ത കേശ നഖ നരാഹ എന്നാണ് പ്രമാണം. സ്ഥാനചലനം സംഭവിച്ച മനുഷ്യൻ പല്ലുകൾ, മുടി, നഖങ്ങൾ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. അവർ ശോഭിക്കില്ല. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ പുരുഷന് മാന്യത നഷ്ടപ്പെട്ടാലും ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വീണ്ടും അയാളെ വെള്ളപൂശിക്കൊണ്ട് അയാളെ വീണ്ടും സമൂഹത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. എത്രയോ മന്ത്രിമാരും അല്ലെങ്കിൽ MLA-മാരും എത്രയോ സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ട് അപഖ്യാതിപ്പെട്ട് രാജിവെക്കുന്നു. അല്ലെങ്കിൽ നിഷ്കാസിതനായാലും മറ്റൊരു ഇലക്ഷനിൽ പൂർവാധികം ഊർജ്ജസ്വലതയോടുകൂടി അവരെ ആനയിപ്പിച്ച് വിജയിപ്പിക്കുന്നു. സമൂഹം അത്രയധികം മാറിയിരിക്കുന്നു. തിന്മകൾക്കാണ് ഇന്ന് പ്രാധാന്യം. തിന്മ ജയിക്കുന്നു. ധർമ്മോ ജയതി നാധർമ്മം എന്ന് ഒരു കാലത്ത് നമ്മൾ പറയാറുണ്ട്. ധർമ്മം മാത്രമേ ജയിക്കുള്ളൂ, അധർമ്മം ജയിക്കുകയില്ല. അതിനാൽ കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കുക. 7ാം ഭാവത്തിൽ ലഗ്നത്തിലെ ശനിയും 7ലെ സൂര്യനും ശാരീരികമായി പല്ലുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. യൂറോളജി അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം. വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടു പോകും, വളരെ ശ്രദ്ധിക്കണം. അജാതശത്രു ഉണ്ടാകും. ശത്രുവിനെ താൻ ജയിക്കും, വീണ്ടും ശത്രു വരും, വീണ്ടും ജയിക്കും, വീണ്ടും ശത്രു വരും. ശത്രുദോഷ പരിഹാരം നിർബന്ധമായി ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ശത്രുസംഹാര പുഷ്പാഞ്ജലി, പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത അർച്ചന വഴിപാടായി ചെയ്യുക.
രേഖകൾ നഷ്ടപ്പെടാതെ നോക്കണം. പെട്ടെന്ന് ഓർമ്മയില്ലാതെ തൻ്റെ കാശടങ്ങുന്ന ബാഗ്, വിലപ്പെട്ട രേഖകൾ അടങ്ങുന്ന ബാഗ് ഇതൊക്കെ നഷ്ടപ്പെടും. അതിനാൽ ജാഗ്രത വളരെയധികം പാലിക്കുക. ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ 5-ൽ ചൊവ്വ ശാരീരികമായി സ്റ്റൊമക്കൽ ഡിസോർഡേഴ്സ് വരും. അതിനാൽ വയറ് രോഗത്തെ വളരെയധികം ശ്രദ്ധിക്കണം. മൂത്രാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കണം. 4-ലെ വ്യാഴം പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കുംഭൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ സ്ഥിതി സംജാതമാകുന്നതാണ്. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകൾ കുംഭൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണെന്ന് പറഞ്ഞിരുന്നു. അന്ന് ധാരാളം പേർ എന്നെ വിളിച്ച് പറഞ്ഞു, വളരെ നന്നായി മാരാർജി അങ്ങയുടെ പ്രവചനം. കാരണം എല്ലാ ജ്യോത്സ്യന്മാരും കുംഭൻ രാശിക്കാർക്ക് മോശം പറയുമ്പോൾ താങ്കൾ മാത്രമേ സപ്പോർട്ട് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കുംഭൻ രാശി പ്രതീക്ഷയുടെ രാശിയാണ്. സമുദ്രതീരത്തിലേക്ക്, നദീതീരത്തേക്ക് ജലമെടുക്കാൻ പോകുന്ന ഒഴിഞ്ഞ കുടമാകുന്നു കുംഭൻ രാശി. പക്ഷെ അവർ പ്രതീക്ഷാ നിർഭരരാണ്. പ്രതീക്ഷയിലൂടെ അവർ കാര്യം നേടും. ലോകത്തിലെ കുംഭൻ രാശിക്കാർ എല്ലാം തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് യാഥാർത്ഥ്യത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നയിച്ചവരാണെന്ന് നിങ്ങൾ അറിയണം. അതിനാൽ ഈ വാരം എല്ലാം വളരെ അനുകൂലമായി തീരട്ടെ കുംഭൻ രാശിക്കാർക്കെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശി. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു മീനൻ രാശി. ഇന്ന് മീനൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ രാഹു, 3-ാം ഭാവത്തിൽ വ്യാഴം, 4-ൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, ബുധൻ, 6-ാം ഭാവത്തിൽ സൂര്യൻ, 7 ശുക്രൻ, കേതു, 12-ാം ഭാവത്തിൽ ശനി. പ്രായണ മീനൻ രാശിക്കാർക്ക് ഇന്ന് ഭാഗ്യാധിപനായ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് പല രീതിയിലും ചില ഗുണങ്ങളെ പ്രദാനം ചെയ്യും. കൃവാ വസ്ത്രഭൂമി ലഭേദ ക്ഷമാബൽ എന്നാണ്. തൻ്റെ വസ്ത്രവും അധികാരവും ലാഭവും ഭൂമിയും 4-ലെ ചൊവ്വ തരും. പ്രഭാവകാരകന്മാരായ ഗ്രഹങ്ങൾ ചൊവ്വയും ആദിത്യനുമാണ്. ആത്മപ്രഭാവം, വ്യക്തിത്വം അത് രണ്ടും ശക്തമായി നിൽക്കുന്നു. ഇവിടെ 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. രിവിധ്വംസകർ ഭാസ്കരോ യശ്യ ഷഷ്ടേ തനോദിവ്യയം രാജതോ മിത്രോദവ. ശത്രുക്കളെ നശിപ്പിക്കുന്നു 6-ലെ സൂര്യൻ. തൻ്റെ ധനം ധാരാളം രാജാക്കന്മാരും സുഹൃത്തുക്കളും ചേർന്ന് ചെലവാക്കുന്നു. പ്രയാണ നിഷാദേഹി വിഷാദം ലഭ്യത. വഴിയിൽ വെച്ചിട്ട് ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുന്നതാണ്. യാത്ര ശ്രദ്ധിക്കുക. 4-ലെ ചൊവ്വയും അപ്രകാരമാണ്. ഉദാഹരണമായി യാത്ര ചെയ്തു വണ്ടി തട്ടി പെട്ടെന്ന് പ്രകോപിതനായി അവിടെ അടിപിടി വഴക്ക് നടക്കും. അതിനാൽ ഈ വാരം മീനൻ രാശിക്കാർ ആത്മനിയന്ത്രണം പാലിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഭാര്യയുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ വരുന്ന വാരമാണ്. അതിനാൽ സ്ത്രീ വിഷയം വളരെ ശ്രദ്ധിക്കണം. പുതിയ കാമുകിമാരുണ്ടാകും. പഴയ കാമുകിമാർ തനിക്കെതിരെ അപവാദങ്ങൾ പറയാൻ ശ്രമിക്കും. അതിനാൽ മൗനം വിദ്വാനും വിഡ്ഢിക്കും ഭൂഷണമാണ്. സമാധാനമായി കാര്യങ്ങൾ ഒതുക്കത്തോടുകൂടി കാണുക. വീട് മഴക്കാലത്ത് വളരെ സുരക്ഷിതമാക്കുക. വീട്ടിനുള്ളിൽ കള്ളൻ കയറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 12-ൽ ശനിയാണ്. അതിനാൽ ചൗര്യം സമുദ്ദിശ കളവ് ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം. ഈ വാരത്തെ പ്രധാനപ്പെട്ട് ചെയ്യേണ്ടുന്ന പ്രാർത്ഥനകൾ: 1. ശുക്രനെ സന്തോഷിപ്പിക്കുക. വെള്ളിയാഴ്ച ദേവീപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക. ശത്രുമുട്ട്, വിവാഹമുട്ട്, ദാമ്പത്യമുട്ട് നിർബന്ധമാണ്. യാത്രയ്ക്ക് വളരെയധികം സാധ്യത കാണുന്നുണ്ട്. പഠനത്തിന് കുട്ടികൾക്ക് അനുകൂലമായ സമയമാണ്. അവർക്ക് അവസരം വന്നാൽ ലോണുകളൊക്കെ ശരിയാക്കും. ഈ 4-ലെ ചൊവ്വ രാജാവ് അനുഗ്രഹിക്കുമെന്നാണ്. ബാങ്കുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ലോണുകളൊക്കെ പാസ്സാകാൻ വളരെ അനുകൂലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മീനൻ രാശിക്കാർ 7-ര ശനിയാണ്. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന വളരെ ഗുണമാണ്. ശനിയാഴ്ച നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി അല്ലെങ്കിൽ നെയ്വിളക്ക് അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചുള്ള 5 തിരി വിളക്ക് കാലത്ത് 6:15 വീട്ടിൽ തന്നെ ശനീശ്വരനായി സമർപ്പിക്കുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട മകരം, കുംഭം, മീനം രാശിക്കാർക്ക് ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.